സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് സോൺ 14 യൂട്യൂബ് ചാനലിലെ വിഷ്ണു ആണ്. ഒരുപാട് അനാലിസിസ് വീഡിയോകളുമായിട്ട് നമ്മുടെ മുന്നിലെത്തുകയും നമ്മുടെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് വിഷ്ണു. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികളുടെ അനാലിസിസ് ഏറെ നമ്മെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കളികൾ മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ ഇന്ന് ഫുട്ബോൾ അനലിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട ഏറെ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. വെൽക്കം വിഷ്ണു, വെൽക്കം ടു ദ പ്രോ എം കെ ചാനൽ. എന്താണ് വിഷ്ണു ഈ പറയുന്നത് പോലെ ഈ അനാലിറ്റിക്സ്? കോച്ചുമാർ സാധാരണഗതിയിൽ നമ്മളെ ഇപ്പോ ലോക്കൽ ടൂർണമെന്റ് ആയാലും എങ്ങനെയാണ് കോച്ചുമാർ അവരുടെ പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നത് തന്റെ ടീമിനെ കുറിച്ച്, അത് തന്നെയായിരുന്നു അനാലിസിസിന്റെ ആദ്യത്തെ ഫോം എന്ന് പറയുന്നത്. പിന്നീട് അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കാൻ തുടങ്ങി. ഒരു കോച്ചിന് ചെയ്യുന്ന ഡ്യൂട്ടികളുടെ പരിധിയുണ്ട്, അതുകൊണ്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ആവശ്യമാണ്. അത് പിന്നീട് ടെക്നോളജിയുടെ സഹായം വന്നതോടുകൂടി വലിയ രീതിയിലേക്കുള്ള മാറ്റങ്ങളിലേക്ക് വരുന്നു. കാരണം നമുക്ക് കൃത്യമായിട്ട് മാച്ചുകൾ റെക്കോർഡ് ചെയ്യാം. ഓൺ ദി സ്പോട്ടിൽ എഴുതിയെടുക്കുന്ന പോയിന്റുകൾ അല്ലാതെ തന്നെ വീണ്ടും വീണ്ടും മാച്ചുകൾ കാണും. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് അതിനെ ഡിസക്ട് ചെയ്യാൻ സാധിക്കും, അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ ആവിർഭാവം എന്ന് പറയുന്നത് ഫുട്ബോൾ അനാലിസിസിനെ അതിന്റെ പീക്കിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ജനറലി അനാലിസിസ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് എന്ന ബ്രേക്ക് ഡൗൺ എന്നാണ് അർത്ഥം. നമ്മൾ ചെയ്യുന്നത് ഒരു ഗെയിമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതായത് ഒരു ഗെയിമിൽ കുറേയധികം വാരിയബിളുകൾ, കുറേയധികം ഫാക്ടറുകൾ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കോംപ്ലക്സ് ഗെയിം എന്ന രീതിയിൽ നമ്മൾ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ചെറിയ ഭാഗങ്ങളെ പഠന വിധേയമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ പഠന വിധേയമാക്കുന്നതിലൂടെ നമുക്കതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അത് പഠിച്ച് അത് പ്ലേയേഴ്സിലേക്ക് എത്തുകയും പ്ലേയേഴ്സിനെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും അതുവഴി കളിയിൽ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഫുട്ബോൾ അനാലിസിസിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ടാക്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? നമ്മൾ ഇത് അങ്ങനെ ടാക്ടിക്സുമായിട്ട് മിക്സ് ചെയ്യണ്ടേ, അപ്പോഴല്ലേ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുക? തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു പ്ലെയർ ഡെവലപ്മെന്റിന്റെ കേസിലായാലും അല്ല ഒരു സാധാരണ ഗെയിമിന്റെ കേസിലായാലും പ്രധാനപ്പെട്ട 4 ഫാക്ടറുകൾ നമ്മൾ പറയാറുണ്ട്. ഒന്ന് ഫിസിക്കൽ, ടെക്നിക്കൽ, ടാക്ടിക്കൽ ആൻഡ് മെന്റൽ. അപ്പൊ അനാലിസിസ് എന്ന് പറയുന്നത് ഇതിനെല്ലാത്തിനെയും നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഇതിൽ ടാക്ടിക്കൽ അനാലിസിസ് ആണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. കാരണം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസോടുകൂടി ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒരു അനലിസ്റ്റ് നിയമിക്കുന്നതും. ഒരു ടാക്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ അല്ലെങ്കിൽ മുസ്തഫക്ക് ഒരു ടീമിന്റെ കോച്ചാണ്. അപ്പൊ മുസ്തഫക്ക് ടീമിനെ ഫീൽഡ് ചെയ്യണം. എന്തായാലും മുസ്തഫക്ക് റിസൾട്ട് ഉണ്ടാക്കണം. അപ്പോൾ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ടീം എന്ന രീതിയിൽ ചില ബിഹേവിയേഴ്സ് ആ ടീം കാണിക്കുന്നതായിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യും? മുസ്തഫക്ക് അവർക്ക് നേരത്തെ പറഞ്ഞു കൊടുക്കുകയും ആ നിശ്ചയിച്ച വിധത്തിൽ കളിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. എന്താണോ വിജയിക്കാൻ വേണ്ടിയിട്ട് കോച്ച് അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫ്സ് പ്ലേയേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ആ ടീം സെറ്റ് ചെയ്ത് ഇറക്കി വിടുന്നത്, ആ സ്ട്രാറ്റജിയാണ് നമ്മൾ ഫുട്ബോൾ ടാക്ടിക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്ര മാത്രമാണ് ടാക്ടിക്കിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഫോർമേഷനും പൊസിഷനും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന വസ്തുതകളാണ്. അപ്പോൾ ഈ ടാക്ടിക്കിനെ എങ്ങനെയാണ് ഏറ്റവും മികച്ചതാക്കി മാറ്റുക ഫുട്ബോൾ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട്, ഇതാണ് നമ്മളുടെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഗെയിമിനെ ഡിസക്ട് ചെയ്യുന്നു, എതിർ ടീം ഉപയോഗിച്ച ടാക്ടിക്കുകൾ മനസ്സിലാക്കുന്നു. അതിന് ഓപ്പോസിഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെയുണ്ട്. സ്പെഷ്യലി ഒരു അനലിസ്റ്റ് എങ്കിലും ഓപ്പോസിഷൻ അനലിസ്റ്റ് എന്ന് പറഞ്ഞ് പ്രമുഖ ക്ലബ്ബുകളിലെല്ലാം വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അവർ ഗെയിം തുടങ്ങുന്നതിന് ഓപ്പോസിഷനെ പഠിക്കും. മറ്റ് അനലിസ്റ്റുകൾ തന്റെ ടീമിന്റെ മുൻപേ ഉള്ള കളികൾ അനാലിസിസിന് വിധേയമാക്കുകയും അതിൽ നിന്ന് റിസൾട്ട് കണ്ടെത്തുകയും ടീമിനെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ഗെയിം മാച്ച് ഡേന്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ മിക്സ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രസന്റേഷൻ ആർക്ക് സമർപ്പിക്കുന്നു? കോച്ചിന് സമർപ്പിക്കുന്നു. കോച്ച് എന്ത് ചെയ്യുന്നു? അത് അവരുടെ ടീമിലേക്ക് ഡെലിവർ ചെയ്യുന്നു. ഇങ്ങനെ അനാലിസിസിന് ലഭിക്കുന്ന അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടാക്ടിക്സിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടുവരികയാണ്. അതായത് ടീം എന്ന രീതിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യാം, ഒരു ടീം എന്ന രീതിയിൽ ആ ഒരു സിനർജി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യം നമ്മൾ അനാലിസിസ് ഉപയോഗിച്ച് പഠിക്കുന്നു. അതിലൂടെ ടാക്ടിക്സിനെ നമ്മൾ മികച്ചതാക്കി മാറ്റുന്നു. ഇതാണ് ടാക്ടിക്കൽ അനാലിസിസ് എന്ന രീതിയിൽ ഇത് മർജ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. പിന്നെ ഈ ഫുട്ബോളിന്റെ സൈക്കോളജി സൈഡിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങൾ ആ മെന്റൽ ഫിസിക്കൽ പാർട്ടിനെയൊക്കെ ഇതേപോലെ അനാലിസിസ് ചെയ്യുന്നു എന്ന് പറയുന്നത് കുറച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മെന്റൽ പാർട്ട് മാത്രം എടുത്താൽ എങ്ങനെയാണ് മെന്റൽ? കാരണം നമ്മൾ നോർമലി ഒരു അനാലിസിസ് കാണുമ്പോൾ നമ്മൾ ആ പ്ലെയർ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് ചെയ്യുക. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായിരിക്കാം ആ പ്ലെയറെ അങ്ങനെ മൂവ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളൊരു അനാലിസിസ് പൊതുവെ കാണാറില്ല.
സോ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? മെന്റൽ ആസ്പെക്ട്സിനെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗെയിം കാണുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ചില പ്ലേയേഴ്സ് ബോൾ മിസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു അവരവിടെ തീർന്നു. പിന്നെ അവർ മെന്റലി ഡൗൺ ആവുകയും പിന്നീടുള്ള അവരുടെ ഓരോരോ ഫുട്ബോളിംഗ് ആക്ഷനിലും ആ ഒരു കോൺഫിഡൻസ് ലാക്ക് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇത് പൊതുവേ നമ്മളൊരു ഗെയിം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫുട്ബോളിനെ അനാലിസിസ് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ഡിസെക്ട് ചെയ്യുമ്പോൾ ചില ഒരു പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഗെയിമിന്റെ ചില ഏരിയകളിലേക്ക് പോകുമ്പോൾ ചില പ്ലേയേഴ്സിന്റെ കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നത് ചില ഒരു പക്ഷേ ഒരു 90 മിനിറ്റ്സ് അവസാനത്തെ 20 മിനിറ്റ്സ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നത് കാണാം. എല്ലാ പ്ലേയേഴ്സിനും അത് കാണിക്കണമെന്നില്ല. അത് ഒരു ഗെയിം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഒരു ടീമിന്റെ തന്നെ ഒരു 4-5 ഗെയിമുകൾ ആ പ്ലെയർ അതേ പൊസിഷനിൽ സെയിം സിസ്റ്റത്തിൽ കളിച്ചു പോകുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇതേ പാറ്റേൺ മിസ്റ്റേക്കുകൾ ആ പ്ലെയർ ആ സമയങ്ങളിൽ മാത്രമായിട്ട് ആവർത്തിച്ച് പോകുന്നുണ്ടാവും. അപ്പോ എല്ലാ പ്ലേയേഴ്സിനും അവരുടേതായിട്ടുള്ള പാറ്റേൺ ഉണ്ട്. അപ്പോൾ ചില പ്ലേയേഴ്സിനോട് ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ആ സമയത്ത് ഡ്രിബിൾ ചെയ്യേണ്ട, പാസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവന്റെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമുണ്ട്. അത് അവനെ ചില മൊമെന്റുകളിൽ അത് തന്നെ ചെയ്യിപ്പിക്കും. അവന്റെ നേച്ചർ പുറത്തു വരും. അതുപോലെ തന്നെ മെന്റൽ ആസ്പെക്ട്സിലും ഇതേ കാര്യങ്ങൾ പ്രതിഫലിക്കും. കോൺഫിഡൻസ് ആയാലും ഡിറ്റർമിനേഷൻ ആയാലും മോട്ടിവേഷൻ ആയാലും ഇനി മറ്റെന്ത് മെന്റൽ ഫാക്ടർ ആയാലും ഈ മെന്റൽ ഫാക്ടറുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ ജനറലി ടാക്ടിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ സാധനം തുറന്നു വെക്കുന്നത്, വർക്ക്ഔട്ട് ചെയ്യുന്നത്. പക്ഷെ വർക്ക്ഔട്ട് ചെയ്യുന്നതിനിടയിൽ ഇത് ടാക്ടിക്കലി അല്ലല്ലോ, ഇവിടെ ഒരു പ്രശ്നമില്ല, നമ്മൾ ചെയ്തു വെച്ചത് കറക്റ്റ് ആണല്ലോ. അപ്പോ ഒന്നും കൂടി ശ്രദ്ധിക്കുന്ന സമയത്ത് ആ പ്ലെയറിന് ഫ്രീക്വന്റ് ആയിട്ട് ആ പ്രശ്നം കാണുന്നതായിട്ട് കാണും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് നോട്ട് ചെയ്യുകയും അത് നമ്മൾ പിന്നീട് എന്താണ് അതിന്റെ പരിഹാരം എന്നുള്ളത് അന്വേഷിക്കുകയും അത് ആ പ്ലെയറിൽ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. വെരി ഗുഡ്. അപ്പൊ ഇതില് ശരിക്കും ഒരു കോച്ചിന്റെ ഡിസിഷനൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഒരു പ്ലെയറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണെന്ന് കരുതിക്കോളൂ. ചിലപ്പോ അങ്ങനെ ആ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇത്തരം അനാലിസിസ് ചിലപ്പം കാരണമാകുന്നില്ലേ, ഹെൽപ്പ് ചെയ്യുന്നില്ലേ? ഡെഫിനറ്റ്ലി. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അനാലിസിസിനെ പ്രധാനമായിട്ട് 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ഒന്ന് പ്രീ മാച്ച്, ഒന്ന് അതിനുശേഷമുള്ള പ്രീ മാച്ച് കഴിഞ്ഞാൽ ലൈവ് മാച്ച് അനാലിസിസ്, അത് കഴിഞ്ഞാൽ പോസ്റ്റ് മാച്ച് അനാലിസിസ്, വീണ്ടും പ്രീ മാച്ച് അനാലിസിസ്. ഇതൊരു സർക്കിൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരും. അപ്പോ നമ്മൾ ഈ പ്രീ മാച്ചിന്റെ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, സബ്സ്റ്റിറ്റ്യൂഷൻ ഏത് സമയത്ത് എങ്ങനെ വേണം എന്നുള്ള കാര്യം നമുക്ക് ഒരു ബേസിക് ഐഡിയ. ഒരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ ഗെയിമിൽ വരില്ല. നമ്മൾക്ക് എന്ന് പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഗെയിമിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചില കാര്യങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയി സംഭവിക്കും, ചില പാറ്റേണുകൾ ഉദിച്ചു വരും. ചിലപ്പോ ഒരു ഫുൾ ബാക്ക് പെട്ടെന്ന് തന്നെ വളരെ വീക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓപ്പോസിഷൻ വിങ്ങേഴ്സ് അവരെ പെട്ടെന്ന് തന്നെ ടേക്ക് ഓൺ ചെയ്യുകയും തോൽപ്പിക്കുകയും അത് മൊത്തം ടാക്ടിക്സിനെ പുറകോട്ട് വരികയും ചെയ്യും. നമ്മൾ അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇറക്കുക. ആ കളിക്കാരൻ നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യുന്നില്ല. അപ്പോ നമ്മുടെ ട്രസ്റ്റിന് വിപരീതമായിട്ടാണ് ആ കളിക്കാരൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ ആ ട്രസ്റ്റിനനുസരിച്ചായിരിക്കും ഫുൾ ടാക്ടിക്സ് രൂപവൽക്കരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ടാക്ടിക്സ് ഓരോ സൈഡായി പൊട്ടാൻ തുടങ്ങും. സെൻട്രൽ ബാക്ക് പൊട്ടും, പിന്നെ മിഡ്ഫീൽഡർ പൊട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും അത് കോച്ചിനെ ബോധ്യപ്പെടുത്തുക. കോച്ചിന് അതൊക്കെ എന്ന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ കോച്ചിന് ചിലപ്പോ പ്ലെയറിനെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ തോന്നും, ഇല്ലെങ്കിൽ ഈ ഒരു വാദത്തെ ട്രസ്റ്റ് ചെയ്യാൻ തോന്നും. അത് കോച്ചിന്റെ ഇൻസ്റ്റിങ്സ് ആണ്. അതിനനുസരിച്ച് അത് കോച്ചിന്റെ ഡിസിഷൻ മേക്കിംഗ്. അവിടെയാണ് കോച്ചിന്റെ ക്വാളിറ്റി മുമ്പോട്ടേക്ക് വരുന്നത്. കോച്ച് ആ കളിക്കാരനെ പിൻവലിക്കുകയും പകരം മറ്റൊരു കളിക്കാരനെ ഇറക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫാൻ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന സമയത്ത് ഒരു കളിക്കാരൻ ഒരു പൊസിഷനിൽ കളിക്കുകയാണ്, ഒരു മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുകയാണ്. ആ കളിക്കാരൻ അവിടെ കളിക്കുന്നു. ആ കളിക്കാരൻ പല സ്ഥലങ്ങളിലും ആ കളിക്കാരൻ ഫെയിലിയർ ആവുകയാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവനെയൊക്കെ എന്തിനാടാ കളിക്കുന്നത്, പുറത്ത് വലിക്ക് എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പൊ ആ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അവനെ അവിടെ ഇറക്കുന്നതിൽ എന്തോ ഒരു മെറിറ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ കളിക്കാരനെ, ഞാനാണ് കോച്ചെങ്കിൽ ഞാൻ ഫാൻ പെർസ്പെക്റ്റീവിൽ ആ കളിക്കാരനെ വലിച്ച് മറ്റൊരു കളിക്കാരനെ വിടുന്നു. ആ കളിക്കാരൻ അവിടെ നിൽക്കുമ്പോൾ, ആദ്യം ഉണ്ടായിരുന്ന കളിക്കാരൻ അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന കുറെ മെറിറ്റുകളുണ്ട്, ഗുണങ്ങളുണ്ട്, ടീമിന് പ്രൊവൈഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും ആ കളിക്കാരനെ വിളിക്കുമ്പോൾ മിസ്സാവും. ആ കളിക്കാരനെ വിളിക്കുമ്പോൾ ആ കാര്യങ്ങൾ മിസ്സാവും. അപ്പോ നമുക്ക് പുതിയ കളിക്കാരനെ വിളിക്കുന്ന സമയത്ത് പുതിയ സിറ്റുവേഷൻസ്, പുതിയ രീതി, പുതിയ കളി, ഗെയിം, അപ്പൊ ആ രീതിയിലാണ് വരിക. അപ്പൊ ചിലപ്പോ കോച്ചുമാർ എന്ത് ചെയ്യും, അവർ തന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ഉള്ള മെറിറ്റ് മതി നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ സെറ്റ് ആക്കിയിട്ട് മുമ്പോട്ടേക്ക് നീങ്ങുക എന്നുള്ള രീതിയിലേക്ക് വരും. ഓക്കെ. അപ്പം എനിവേ വലിയൊരു ഇൻസൈറ്റ് ആണ് ഇപ്പോൾ കോച്ചസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞത്. കാരണം
കോച്ചസിനെ സംബന്ധിച്ച് കോച്ചസിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒരുപാടാണ് ആ കളിയുടെ സമയത്ത്. കോച്ച് സ്വയം ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു പിന്നെ ഒരു അനലിസ്റ്റ് ചെയ്ത് അനാലിസിസ് ചെയ്ത് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഉണ്ട്. പിന്നെ ഇവർ ഈ പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസ് മോണിറ്റേർഡ് ആണ്. അപ്പം അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, അപ്പോൾ ഒരു പ്ലെയർ പിന്നെ ക്ഷീണിക്കുന്നുണ്ടോ എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയായിരിക്കും കോച്ച് ചെയ്യുക അല്ലേ. പക്ഷെ ഒരു ഫാൻ എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, മറ്റവൻ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലേ, ആ ഒരു ലെവലായിരിക്കും നമ്മൾ ഡിസ്കഷൻ പോകുന്നത്. പക്ഷെ ഇത് അറിയുന്നത് വളരെ വളരെ നന്നായിരിക്കും.